അല്ലല്ല ദേ നോക്കണേ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നു. അതിനാ നോക്കിയാൽ അതിനൊരു വീഡിയോ ആണ്. അതിന്റെ തമ്പ് ഇങ്ങനെയാണ്: ഇത് അവനല്ലേ, ഇത് ലവനല്ലേ എന്ന് പറഞ്ഞുകൂടെ തമ്പാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പണ്ട് ദിലീപ് അഭിനയിച്ച കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തില് ഒരാൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് അവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോയുടെ കാണി നോക്കി. പൾസർ സുനി അല്ലേ അവൻ എന്ന് വെച്ചാൽ പൾസർ സുനി അല്ലേ എന്നുള്ളതാണ്. അതായത് ഇവർ പറഞ്ഞു വെക്കുന്നത് ഈ പറയുന്ന ഈ കല്യാണരാമൻ സിനിമയ്ക്കകത്ത് പൾസർ സുനി അഭിനയിച്ചിട്ടുണ്ട്, പൾസറിന്റെ ചെറുപ്പകാലത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ക്ലിപ്പാണ് ആ സാധനം. ആ ക്ലിപ്പ് ഞാൻ ആദ്യം ഇവിടെ വെക്കാം. നിങ്ങൾ ആ ക്ലിപ്പ് കംപ്ലീറ്റ് കാണണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് കണ്ടപ്പോൾ ഞാനും ഞെട്ടി. ഇത് ലവൻ തന്നെയാണോ? എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ്. ഇത് ആ പുള്ളി തന്നെയാണോ എന്നുള്ളത് കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. ഇതിൽ കാണുന്ന ഒരു സംഭവം ഇതിൽ അവർ റൗണ്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന പയ്യൻ പൾസർ സുനി ആണോ എന്നുള്ളതാണ്. ആദ്യം നമുക്ക് എന്തായാലും ആ ഒരു ക്ലിപ്പ് കണ്ടാം. ക്ലിപ്പ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അഭിപ്രായം, എനിക്കെന്താണ് ഇതിൽ തോന്നുന്നത് എന്നുള്ളതും ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ആ ക്ലിപ്പിലേക്ക് പോവാം. ഓക്കെ, ഞാൻ എനിക്കൊരാളെ കാണിച്ചില്ല, നീ ഇത് ആരാന്ന് പറയണേ. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവർ ഒരു മിനിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇട്ടു. ഞാൻ എനിക്കൊരാളെ കാണിച്ചില്ല, നീ ഇത് ആരാന്ന് പറയണേ. ഇതേത് സിനിമ മനസ്സിലായ? രണ്ടാള് ശരിക്കും നോക്കണം. ആ ഒരു മിനിറ്റ് കാണിച്ചത് ശരിക്കും നോക്കണേ ആരാന്ന്. എനക്ക് തോന്നിയതാണ്, ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ പറ. നോക്കണേ ശരിക്കും. അല്ലല്ല ദേ നോക്കണേ. പറയണ്ട, പേര് പറയണ്ട. ഇത് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ. ഇത് 2004 ഇറങ്ങിയ സിനിമയാണ്. ഞാൻ വെറുതെ ഇങ്ങനെ കാണുമ്പോ കണ്ടുപിടിച്ച്. ഓൻ തന്നെയായിരിക്കൂലേ? ഇനി നിങ്ങൾ പറ അതാരാണ്. നമുക്കൊരാളെ സംശയമുണ്ട്, കമന്റ് ബിലോ. ഓക്കെ, അതായത് ആ ഒരു വീഡിയോ കണ്ടല്ലോ. അതായത് കല്യാണരാമൻ 2002 എന്തോ ആണെന്ന് തോന്നുന്നു കല്യാണരാമൻ റിലീസായത്. അതിൽ വെച്ച അതിന്റെ ക്ലൈമാക്സ് സീനിൽ വന്ന ഒരു സാധനമാണ്. അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് പൾസർ സുനി തന്നെയാണ് എന്ന് നമുക്ക് തോന്നും അല്ലേ? പൾസർ സുനിയെ പോലെ തന്നെ. ഇപ്പോഴും എനിക്കറിയത്തില്ല അത് പൾസർ സുനി തന്നെയാണോ എന്ന്, എനിക്കിപ്പോഴും പിടുത്തില്ല. പക്ഷെ അവന്റെ ആ ഒരു രൂപം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തോന്നും ഇത് പൾസർ സുനി തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പൾസർ സുനി തന്നെയാണെങ്കിൽ ഇവൻ ഇതിനു മുമ്പേ ഇത്രയും കാലമായിട്ട് ദിലീപിനെ അറിയാമായിരുന്നു എന്ന് നമ്മൾ സ്ഥാപിക്കേണ്ടതായിട്ട് വരും. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് പൾസർ സുനി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കേസ്, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നുവെങ്കിൽ പൾസർ സുനി ഈ പറയുന്ന പലയിടത്തും അല്ലെങ്കിൽ ഈ പൾസർ സുനിക്കും ഈ പറയുന്ന ദിലീപുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചായിരുന്നു അല്ലേ? അപ്പോൾ പൾസർ സുനിയുടെ ഇന്റർവ്യൂസ് കുറെ വന്നിട്ടുണ്ട്, ഒളിക്യാമറ സഹിതം വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പൾസർ സുനി ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പൾസർ സുനി ഇതൊരു സംഭവം, പൾസർ സുനി പറയാതില്ല അങ്ങനെ എന്തിനെ കള്ളം പറയുന്നു, ആ കല്യാണരാമനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അപ്പോഴും തൊട്ട് എനിക്ക് ദിലീപിന് പരിചയം ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാമായിരുന്നു. അപ്പോൾ അവിടെ ഇതുവരെക്കായിട്ടും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യം. അന്ന് നിങ്ങൾ ഓർക്കണം. അതുമല്ല, ഈ ഒരു പയ്യനെ, ഈ ഒരു നടനെ അതിനുശേഷം പല സിനിമകളിലും ചെറിയ ചെറിയ റോളുകളിൽ ഞാൻ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പയ്യനെ പല സിനിമകളിലും ഞാൻ കണ്ടതായിട്ട്. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു പൾസർ സുനി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത്. പക്ഷെ എന്തായാലും അവരുടെ ആ ഒരു സംഭവത്തെ അപ്രീഷിയേറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഞാനും ഞെട്ടി. ആരായാലും ഒരിക്കലും ജസ്റ്റ് ഒന്ന് കണ്ട് കഴിയുമ്പോൾ ഞെട്ടിപ്പോകും. കാരണം
അതേ രൂപം തന്നെയാണ് അല്ലേ? ആ പൾസർ സുനി ചെറുപ്പത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്തുണ്ട്. ഇനി അവന് പൾസർ സുനി ആണെങ്കിൽ ഇതിനൊരു വഴിത്തിരിവായിരിക്കും ഈ ഒരു കേസിന് വന്നൊരു വഴിത്തിരിവായിരിക്കും. കാരണം ദിലീപ് എന്താ പറഞ്ഞത്, ദിലീപ് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നാണ് ദിലീപ് വാദിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇല്ല, നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സീന് ഒക്കെ പുറത്തു വന്നുള്ള സ്ഥിതി ആലോചിച്ച് നോക്ക്. ഇതൊരു എന്താ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ അവരിങ്ങനെ കണ്ടുകൊണ്ടിരുമ്പോൾ അവർക്ക് തോന്നിയ ഒരു സംശയമാണ്. അവരത് നോക്കിയപ്പോൾ ആ സംഭവം ശരി തന്നെ. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കാണാൻ ഞാൻ ഉൾപ്പെടെ ഇത് അവൻ തന്നെയാണ്, അവനെ പോലെ തന്നെ എന്ന് തോന്നിപ്പോ. പിന്നെ ഞാൻ ആലോചിച്ച് മനസ്സിലായത് അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. ഇത് പൾസർ സുനി ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതാ പക്ഷെ അവനായിരുന്നുവെങ്കിൽ ഇവൻ മുമ്പൊക്കെ എന്ത് ചെയ്യുമായിരുന്നു, ഇത് വെളിപ്പെടുത്തുമായിരുന്നു. ഈ പറയുന്ന ദിലീപും പൾസർ സുനിയുമായിട്ടുള്ള ഒരു ബന്ധം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ചികഞ്ഞ് വല്ലയിടത്ത് ഇത്രയും കിടന്ന് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ആദ്യം ദിലീപ് എന്താണ് പറഞ്ഞത്, പൾസർ സുനി എനിക്ക് അറിയത്തില്ല, ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് സമ്മതിക്കേണ്ടതായിട്ട് വന്നു, ഞാൻ കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇത് പൾസർ സുനി ഒന്നും അല്ല, ഇത് വേറെ ആരോ ആണ്. കാരണം വേറെ കുറച്ച് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമല്ല, ഇത് പൾസർ സുനി ആയിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് ഈ ഒരു വാർത്ത പുറത്താകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ആരായാലും ഞെട്ടിയിട്ടുണ്ട് കേട്ടോ. ആരായാലും ഇതിൽ എത്ര പേര് വിശ്വസിക്കുന്നു, ഇത് പൾസർ സുനി ആണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായാലും കൊള്ളാം. ഇത് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, ഒരു കൗതുകം തോന്നി. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അല്ലാതെ ഇതൊരു തെറ്റിദ്ധരിപ്പിക്കൽ വീഡിയോ, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം കൃത്യമായിട്ട് പറഞ്ഞത്, ഇത് പൾസർ സുനി അല്ല എന്നുള്ളത്. ഇനിയും ഇതുപോലുള്ള പല കേസുകളും, നമ്മളെന്നും കാണാത്ത ദൈവത്തിന്റെ കൈയുള്ള പല തെളിവുകളും ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിലായിട്ട് പുറത്തു വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതല്ല, ഇതുപോലുള്ള ഇതുവരെക്കായിട്ടും കണ്ടെത്താത്ത, ഇതുവരെക്കായിട്ടും മറഞ്ഞിരിക്കുന്ന, ഇതുവരെക്കായിട്ടും പേടിച്ചു മറഞ്ഞിരിക്കുന്നവർ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് നമ്മുടെ മൊഴി മാറ്റി പറഞ്ഞവർ, അവർക്കൊക്കെ ഒരു ഉൾവിളി ഉണ്ടായി, സത്യം തുറന്നു പറയാം എന്നൊരു ഉൾവിളി ഉണ്ടായി ഈ ഒരു കേസിൽ അവർ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന, നമ്മളെല്ലാവരും അന്തം വിട്ടു പോകുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡന്റ് ഇതിനകത്ത് ദൈവമായിട്ട് ആരെങ്കിലും വഴി കൊണ്ടെത്തിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ഇപ്പൊ അവരെന്ത് ചെയ്തു, അപ്പീലിന് പോയിട്ടുണ്ട് അല്ലേ, ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോയിട്ടുണ്ട്. ഈ അപ്പീലിന് ഇപ്പം ഇന്നലെ ഈ നടിയും ഈ പറയുന്ന നടിയൊക്കെ ആയിട്ട് മുഖ്യമന്ത്രി കാണുകയും അപ്പീലിന് പോകാം, നമ്മൾ ഈ കേസ് ജയിക്കാം എന്നുള്ള ഉറപ്പൊക്കെ ഈ പറയുന്ന നടിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പീൽ സ്വീകരിക്കണമല്ലോ. ആദ്യം നമ്മുടെ കാര്യങ്ങൾ കാണിക്കും. ഇതുകൊണ്ടാണ് നമ്മൾ അപ്പീലിന് പോകുന്നത് എന്ന് എന്താണ് ഈ പറയുന്ന ഹൈക്കോടതിയിൽ കാരണം കാണിക്കണം. ഹൈക്കോടതി എന്തിനാ ആ കാരണം സ്വീകരിച്ചാൽ മാത്രമേ അപ്പീൽ കിട്ടത്തുള്ളൂ. അപ്പീലിന് അവരെടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ കഴമ്പുണ്ട്, അവർക്ക് അപ്പീലിന് പോകാനുള്ള കഴമ്പുണ്ട്. പല ഇവർ കൊടുത്ത എവിഡൻസും അത് അസാധുവാക്കി കളഞ്ഞു. അതിനൊക്കെ നമുക്ക് എന്താണ് എതിരഭിപ്രായമുണ്ട്, നമുക്കതിലൊക്കെ സങ്കടം. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു കേസ് ഒരിക്കൽ കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അപ്പൊ ഹൈക്കോടതി അത് അപ്പീൽ സ്വീകരിക്കുകയും ഇതിൽ ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ഒളിഞ്ഞിരിക്കുന്ന ഒരു തെളിവ്, കാണിച്ച തെളിവിനെയൊക്കെ അട്ടിമറിക്കാൻ കെൽപ്പുള്ള ഒരു തെളിവ്, ഒരു ധൈര്യമായി ഒരു ആണിനെ പോലെ ഒരുത്തൻ ഇറങ്ങി വന്ന് പറയും ഇത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ആണോ പെണ്ണോ ആരായിക്കോട്ടെ, ഇത് ഞാൻ കണ്ടു, ഇത് ഇന്നതാണ്, ഇതിന്റെ സത്യം ഇതാണ്, എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ക്യാഷ് തന്നത് കൊണ്ടൊക്കെയാണ് ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് ഇനിയും ഇത് ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല, ഇനി എനിക്കിത് തുറന്നു പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൈവ സാന്നിധ്യം പോലെ ഒരാൾ ഈ കേസിലേക്ക് വരും. അതോടുകൂടി എല്ലാം തെളിയും. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.